പൂക്കളത്തിന്റെ ഇതളൊക്കെ മാവിന്റെ അല്ല കൊങ്ങിണിയല്ല പൂക്കള മത്സരം. പൂക്കള മത്സരത്തിനുള്ള പൂക്കള് സെറ്റ് ചെയ്യണ്. എന്നിട്ടാ പൂക്കളത്തിന്റെ ഇത് തീം എന്തിട്ടാ? ലഹരി ലഹരി വിമുക്തമായ കീനാശ്ശേരി. ഇത് കൊറേ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണ പൂക്കളം ജയിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ചെറുതായിട്ടൊന്നും കിട്ടുന്നുണ്ട്. മാർക്ക് എനിക്കറിയില്ല. എന്തെങ്കിലും കിട്ടും ഓണം പോലെ. എന്നിട്ടാ ഫസ്റ്റ് പ്രൈസ് അതറിയില്ല. അവിടെ സമ്മാനൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു. ട്രോഫി. അപ്പൊ ഇതാണ് നമ്മുടെ പൂക്കളത്തിന്റെ ഇതിട്ടാ തീം. അപ്പൊ ബാക്കി ഇട്ട് കഴിയുമ്പോ കാണാം. ഇത് പൊടിമോളുടെ കൂട്ടുകാരി വൈഷ്ണവി കുട്ടിയിട്ടാ. അപ്പോൾ അത് കുറേ ആൾക്കാർ പറയാറുണ്ട് ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. ഇതേ ഇവിടെ ഒരു 10-85 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എല്ലാ വീട്ടിലും പൂക്കളിടും. എല്ലാ കൊല്ലം ഓണത്തിനൊരു പൂക്കള മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പൂക്കളം ഇട്ടുകൊണ്ടിരിക്കണം. ഇത് നമ്മുടെ ഒരു ഹാളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സെമിത്തേരിയാണ് കേട്ടോ. സെമിത്തേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ശവക്കോട്ട. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുച്ചിട ദയിപ്പിക്കുക അങ്ങനെയുള്ള പരിപാടി. അപ്പോൾ ഇത് എൻ്റെ പൊന്നൂസിൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഒന്ന് പൂക്കള മത്സരത്തിൻ്റെ വിശേഷങ്ങളാണ്. എന്ത് കിട്ടാവോ പൊടിമോൾക്ക് വല്ലതും കിട്ടുമോ എന്നുള്ളൊരു നമുക്ക് വൈകിട്ട് അറിയാം. അപ്പോൾ പൂക്കള മത്സരത്തിന് പിന്നെ ബാക്കിയുള്ള മത്സരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. നമ്മുടെ അടുത്ത് ചേട്ടന്മാർ കൊണ്ടുവച്ചാണ്. നോക്കട്ടെ. ആഹാ ഇതൊക്കെ സമ്മാനങ്ങളാണ് കേട്ടോ. സമ്മാനങ്ങൾ കുറേ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് പൊടിമോൾക്ക് ചിലപ്പോൾ കിട്ടിയായിരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ. കണ്ട എവിടെ എപ്പടി നിന്നെ ക്യാമറയിലിടേ. നിന്നും ക്യാമറയിലിടും. എവിടെ ഇതിൽ തോരനെടുത്ത് വെച്ചാലാ. പൂക്കളത്തിൻ്റെ പരിപാടികൾ തിമിർത്തിയായി നടക്കുന്നുണ്ട്. അവരവരെ വീട്ടിൽ പോയി ചിലപ്പോൾ കുറേ നേരം പിടിക്കട്ടെ. അപ്പം അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്കൊന്നും പോകില്ല. ലാസ്റ്റ് നോക്കാം. ഇതെന്താണ് പൊടിയാ പച്ച നിറത്തിലുള്ളത്? കഞ്ചാവിൻ്റെ അല്ലയാ? ലഹരി മുക്ത കിനാശ്ശേരി. അത് ആ തീമാണ് പൊടിമോളും മാമനും പൊന്നൂസും അമ്മയൊക്കെ കൂടിയിട്ട് നടത്തണത് കേട്ടാ. ലാസ്റ്റ് ആ പൂക്കളത്തിന് എന്തെങ്കിലും ചിലവുകളിലുള്ള കാശ് കിട്ടുമോ? കപ്പ് കിട്ടുമോ? നോക്കാം നമുക്ക്. എന്തായാലും പൂക്കളം ഇട്ട് കഴിയുമ്പോ എന്താവുമെന്ന് നമുക്ക് നോക്കട്ടാ. പക്ഷെ വലിയ പൂക്കളെ സെറ്റാക്കി 2 മീറ്റർ. അത് 2 മീറ്റർ ഒന്നുമില്ല. ആകെ 1 മീറ്റർ ചുറ്റളവുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയ കഞ്ചാവിന്റെ ചെടി വരച്ചാൽ മതി. ബ്രാൻഡി കുപ്പി പിന്നെന്തിട്ടാ മഞ്ഞൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താ സിഗരറ്റ്? ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോട്ടാ. മാർക്കിടാൻ വരുന്ന ആൾക്കാർക്ക് ഇത് അതാണ് ഇത് അതാണെന്ന് പറഞ്ഞ് മനസ്സിലായി. അല്ലെങ്കിൽ അവര് തെറ്റിദ്ധരിക്കും. എന്തായാലും പൊടിമോളെ നമുക്ക് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ലല്ലോ. കപ്പടിക്കണം നമുക്ക്. പൂക്കളം ഇട്ട് കഴിഞ്ഞാ നിങ്ങളുടെ പൂക്കളം സൂപ്പറാ. എന്നിട്ട് പൂക്കളം ഇട്ടേ നിങ്ങള്? റെഡിയാക്കുന്നുണ്ട്. പിന്നെ അച്ഛന്റെ കൂട്ടുകാരന്മാരൊക്കെ കുറെ നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ കൂട്ടുകാരികൾ പൂക്കളൊക്കെ ഇട്ടിട്ട് കാത്തിരുന്നോണ്ടിരിക്കാണ്. ഇപ്പൊ റിസൾട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ആൾക്കാർ നോക്കാനൊന്നും വന്നിട്ടില്ല. കാരണം ഞങ്ങള് ഒരു നല്ലൊരു അതിനെന്തിട്ടാ പറയുന്നത്, നല്ല ആകാംക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടാ. ഇതാണ് അമ്പലിന്റെ പൊടിമോളുടെ കൂട്ടുകാരിയുടെ മത്സരത്തിനുള്ള പൂക്കളാട്ടാ. എന്തായിട്ടുണ്ടല്ലേ? നമ്മുടെ മിന്നുമോള് ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ പോണത് പൊടിമോളുടെ അടുത്ത കൂട്ടുകാരിയുടെ വീട്ട്.
ദൃശ്യക്കുട്ടിയുടെ പൂക്കളാണ്. ദൃശ്യക്കുട്ടിയുടെ പൂക്കളം അവള് കൊട കൊണ്ട് മൂടി വെച്ചേക്കാണ്, ആരും കാണാതിരിക്കാൻ. അയ്യോ സൂപ്പറായിട്ടുണ്ടല്ലോ, പൊരിച്ചിട്ടുണ്ടല്ലേ. ദൃശ്യക്കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. നമ്മുടെ കൂടെ പൂക്കളം നോക്കാൻ വന്നത് ചിന്നുപെണ്ണുണ്ട്, മിന്നുണ്ട്. നന്നായിട്ടുണ്ടല്ലേ? അടിപൊളി പൊടിയുടെ കൂട്ടുകയറ്റി ദൃശ്യം ഇട്ടതാണ് കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല വലിയ. ഒരാളും കൂടി ഉണ്ടെന്ന്. ഈ പൂക്കളുടെ ദൃശ്യമോള് മാത്രല്ല, ദേ ഒരു വാവപ്പെണ്ണുണ്ട്. ചെക്ക ചെക്ക ചെക്കനും കൂടിയാണ്. ഇത് ദൃശ്യം ഉണ്ണിയാണ്. അയ്യോ ഉറക്ക വന്നിട്ടിരിക്കുകയാണ്. അവിടെ ദൃശ്യമോള് ഇതാണ് പൊടിമട കൂട്ടുകയറ്റി. അയ്യോ ചെക്ക 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 നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പൊടിമോളെ എടുക്കാൻ പറയുമ്പോ പൊടിമോൾക്ക് പേടിയത്. ഓ ഇല്ലടാ ഇല്ലടാ, നല്ല ഉറക്കാണ് കേട്ടോ ആള്. ഉറക്കത്തിനാണ് എടുത്തു വന്നേക്കണത് കേട്ടാ. ഇതൊരു ദൃശ്യരച്ചായി ദൃശ്യരച്ചായി. ബൈ. അപ്പോൾ പൂക്കള മത്സരത്തിൻ്റെ ഇതൊക്കെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും കുഞ്ഞുമക്കളൊക്കെ കൂട്ടിയിട്ട് നടത്തുന്ന പരിപാടിയാണ്. കസാര മത്സരം, ഉറിയടി, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാനും പങ്കെടുക്കും. വല്ലതും കിട്ടിയ ഭാഗ്യം, കിട്ടിയ വീഡിയോ എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പൂക്കള മത്സരത്തിലൊന്നും കിട്ടില്ല. നല്ല പൂക്കളൊക്കെ വേറെ കുറേ പേരിട്ടുണ്ട്. അപ്പോൾ അതേ പൊന്നൂസ് വന്നിട്ടുണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളും ഒക്കെ കേട്ടോ. നമ്മുടെ ഗഡ്ഡികളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു, കുറച്ച് പേര് പോയി. ഇപ്പോൾ നേരം വൈകിയത് കൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ട്. അപ്പോൾ ഇനി നമ്മൾക്കും എന്തായാലും ഇതിൽ കുറച്ച് പരിപാടിയിലൊക്കെ പങ്കു തരാട്ടാ. കണ്ണൻ ഫസ്റ്റ്, സെക്കൻഡ് വീതി. കൊണ്ടിരിക്കുന്നു. കേൾക്കണ്ട, പുറകോട്ട് ഓടരുത്. തിരിച്ച് ഓടി വന്നിട്ട് ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ നമുക്കെല്ലാവർക്കും എന്തൊരു സംഭവം. നടത്ത മത്സരമാണോ? ഞാൻ വിസിലടിക്കില്ലേടാ, ഒരു രക്ഷയില്ല. വിസിലടിക്കില്ല, ഓടാണ്ട് ഒരു രക്ഷയില്ല. എന്താ നടത്ത മത്സരം? ഇതിന് സ്പീഡിൽ നടത്ത മത്സരം നടക്കില്ലോ. എന്താ കഥ? ഓടിക്കോ, ഞാൻ വിസിലടിക്കില്ല. ഗ്യാപ്പില്ലാണ്ടോട്. കാര്യട്ടാ, ഓടുമ്പോ കുറച്ചാൾക്കാർ നടക്കുക, കുറച്ചാൾക്കാർ ഓടുക, കുറച്ചാൾക്കാർ ഗ്യാപ്പ് ഇടുമ്പോ സീറ്റ് ഉറപ്പാ. മനസ്സിലായ? ആ പരിപാടി പറ്റില്ല. ക്യാമറ പരിശോധിച്ചിട്ടൊക്കെ പുറത്താക്കും. കാര്യം പറയാം. ക്യാമറമാൻ കിരൺ, നീ ഏട്ടക്കാലേക്ക് നോക്കില്ല. Bobby. Road. Video का सर लोड आने लो. अल्लाह substitute ना. Ready?
അതിഗംഭീരമായ മത്സരം. ഓടുന്നു ഓടുന്നു ഓടങ്ങള്. എല്ലാവരും ശ്രദ്ധിക്കുന്നു. ആരാ ആരാ അവിടെ മതിയല്ല കണ്ണന്റെ ഭാര്യ കണ്ണന്റെ ഭാര്യ കണ്ണന്റെ നല്ലൊരു കൈയോടി കൊടുക്കട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ സുന്ദരിക്ക് പൊട്ട് കുത്തൽ എന്ന് പറഞ്ഞുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ ഉണ്ണി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഉണ്ട്, ഒരു പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതിന് മുമ്പ് എൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എങ്ങോട്ടോ പോയി ഇതാ നിൽക്കുന്ന ചേട്ടൻ നമ്മുടെ പ്രകാശാണ്, ഇതേപോലെ തന്നെ പ്രകാശാണ് നെറ്റത്ത് കുത്തിയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ എടുത്തില്ല, വെറുതെ നാണം കിടണ്ടാന്ന് വെച്ചിട്ട്. പിന്നെ നമ്മുടെ മീൻ കച്ചവടത്തിന് പോകാറില്ല ഞാൻ, നമ്മുടെ സുഖേട്ടൻ. അപ്പോൾ ആ സുഖേട്ടൻ്റെ മോനാണ് കേട്ടോ പാച്ചു. അപ്പോൾ പാച്ചു വന്നിട്ട് ഇത് തൊടാനുള്ളൊരു ഇതിലൊക്കെ വരും, പക്ഷേ ഇത് കറക്റ്റായിട്ട് അവിടം വരെ എത്തും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകട്ടാ. അപ്പോൾ ഓണത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ കൊല്ലം ഓണത്തിന് ഇങ്ങനെ നമ്മൾ ഓരോ പരിപാടിയൊക്കെ വയ്ക്കാറുണ്ട്, ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ വെച്ച്. നമ്മുടെ സതീഷേട്ടനാണ് കേട്ടോ, ആ നിൽക്കണതാണ് സതീഷേട്ടൻ. അപ്പോൾ സതീഷേട്ടനാണ് ഇതിന് മുൻകൈ എടുത്ത് പരിപാടികളൊക്കെ സെറ്റാക്കണത്. പിന്നെ ചേച്ചിമാരുടെ പരിപാടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ, രാകേഷിൻ്റെ ഭാര്യയാണ്. അപ്പോൾ രാകേഷിൻ്റെ ഭാര്യ വന്ന് രാകേഷിന് എന്നെ തൊട്ട് കൊടുത്തു കേട്ടോ, ഭർത്താവിന് തൊട്ട് കൊടുത്തു. പിന്നെ വന്നത് ആരാണ്? പിന്നെ വന്നത് സതീഷേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. അപ്പോൾ പരിപാടി നടത്തുന്ന സതീഷേട്ടൻ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആളുടെ ഭാര്യ വന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോ. എന്താ കാരണം വെച്ചാൽ ലോങ് ആയി പോകണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ സതീഷേട്ടൻ്റെ ഭാര്യയാണ് വന്നത് കേട്ടോ. പിന്നെ വന്നത് ആരാണ്? പിന്നെ വന്നത് നമ്മുടെ ബിബി എന്ന് പറയട്ടെ. 2-3 ബിബിയുള്ള കാരണം നമ്മൾ കുഞ്ഞി ബിബി എന്നാണ് വിളിക്കട്ടെ. അപ്പോൾ കുഞ്ഞി ബിബിയുടെ വൈഫാണ് വന്നിട്ട്, പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആൾ വന്നിട്ട് പിടിക്കൊക്കെയോ പോയി, പക്ഷേ കുറച്ചൊക്കെ ശരിയായി അടുത്ത് വന്നതായിരുന്നു. പക്ഷെ അത് തെറ്റി അടിയില മുകളില കണ്ണിൻ്റെ അവിടെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, കണ്ണിൻ്റെ അവിടെ തൊട്ടു. പിന്നെ വന്നത് നമ്മുടെ ആരാ? നമ്മുടെ പൊന്നൂസാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊന്നൂസ് വരുന്നുണ്ട് കേട്ടോ, എന്തോ ഭയങ്കര മാർക്ക് ചെയ്തിട്ട് വരുന്ന പോലെ പൊന്നൂസ് വന്നു കേട്ടോ. പൊന്നൂസ് വന്നിട്ട് ഇത് എവിടെയൊക്കെ കുത്തി. ഒന്നാമത് പൊന്നൂസിൻ്റെ കയ്യിരിക്കുന്നത് പെണ്ണിൻ്റെ ഫോട്ടോൻ്റെ അടിയിലായിട്ടുണ്ട് കേട്ടോ, പൊന്നൂസിൻ്റെ ഉയരില്ലാത്തത് കൊണ്ട്. അപ്പോൾ പൊന്നൂസ് ആകെ ചമ്മിപ്പോയി, പൊന്നൂസിനൊന്നും കിട്ടിയില്ല. അവ ഫസ്റ്റ് ആരാന്നുള്ളത് അറിഞ്ഞിട്ടില്ല കേട്ടാ. രണ്ടാം സമ്മാനം വിപിൻ. കസേരകളി ഒന്നാം സമ്മാനം. അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് 2 സമ്മാനം കിട്ടിയിട്ടാ, ഫസ്റ്റ് സെക്കൻഡ് മോണാണ്. ഇത് രണ്ടും കിട്ടിയത് ചേട്ടനെയാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഓണാഘോഷം, എനിക്ക് അങ്ങനെ സമ്മാനങ്ങളും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. സെക്കൻഡും കിട്ടി. ഫസ്റ്റില് കിട്ടിയത് ബലൂന് വീർപ്പിക്കണ ഫസ്റ്റ് അച്ഛനെ, സെക്കൻഡ് കിട്ടിയത് വെള്ളം നിറച്ചിട്ട് മറ്റേ ഗ്ലാസ്സിലേക്ക് ഇടണ. അപ്പൊ നമ്മുടെ അടുത്ത് ഓണാഘോഷ പരിപാടി നമ്മൾ പങ്കെടുത്തു. അപ്പൊ എനിക്ക് 2 കപ്പ് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം എന്തോ കിണ്ണ പ്ലേറ്റ് ഒക്കെ കിട്ടി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പൊ നാളത്തെ കൂലിക്കളിയും കൂടി കഴിഞ്ഞാൽ നമ്മള് പണിക്ക് ഓണ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നാളെ നമ്മള് പുലിക്കളിയൊക്കെ കാണാൻ പോകും. പറ്റിയെങ്കിൽ അതിന്റെ വീഡിയോ ഒക്കെ ഇടപ്പം കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണം, ഞങ്ങളുടെ സന്തോഷം കേട്ടാ. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഈ കപ്പിരിക്ക് കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. പൊടിവാളപ്പം പറഞ്ഞോളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും കൂടി ചെയ്യുക. പിന്നെ എല്ലാവരും ബെൽ ബട്ടൺ അമർത്തായിട്ട് പോവല്ലേ. അപ്പൊ എല്ലാവർക്കും ശുഭദിനം.